നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വകാര്യ സർവകലാശാല ബില്ല് ഒടുവിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയിരിക്കുകയാണ്. വിശദമായ ചർച്ച, പഠനം, ഗവേഷണം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നതെന്നും കാലാനുസൃതമായ മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നടപ്പാക്കാവുന്നതാണെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ഇടതു സർക്കാരിന്റെ പുതിയൊരു കാൽവയ്പാണ് ഇതെന്നും മന്ത്രി ബിന്ദു അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നും നീണ്ടുനിന്ന ചർച്ചകൾ അതിലൊടുവിലാണ് ഈ ബില്ല് ഇപ്പോൾ പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. CPIഎമ്മിന്റെ നയം മാറ്റത്തെ സ്വീകരിക്കുന്നുവെങ്കിലും സ്വകാര്യ സർവകലാശാല ബില്ലിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആശങ്കയുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് PD സതീശനാണ് ഇത്തരത്തിൽ ആശങ്കയുണ്ടെന്ന് പ്രതികരണം നടത്തിയത്. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്നും സ്വകാര്യ സർവകലാശാലകൾ പൊതുമേഖലയിലെ സർവകലാശാലകളെയും കോളേജുകളെയും എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പൊതുമേഖലയിലെ സർവകലാശാലകൾക്ക് മുൻഗണന നൽകണം. ഏത് കോർപ്പറേറ്റുകൾക്കും സർവകലാശാല തുടങ്ങാമെന്ന അവസ്ഥ ഒഴിവാക്കണം. കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസികൾക്ക് ഇത്തരം സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ അവസരം നൽകണം. ഇത്തരം ഏജൻസികൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിച്ചവരാണ്. ബില്ല് നടപ്പാക്കുന്നതിന് മുമ്പ് ഗൗരവമായ പരിശോധന നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ വിമർശനമായി കാണരുത് എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നിർദ്ദേശമായി എടുക്കണമെന്നും VD സതീശൻ പറയുകയുണ്ടായി. എന്തായാലും സർക്കാർ എടുത്ത നിർണായകമായ ഒരു തീരുമാനം, സ്വകാര്യ സർവകലാശാല ബിൽ പാസ്സാക്കിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ ബില്ല് എന്താണ്, ബില്ലിന്റെ വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി നോക്കാം. എന്തായാലും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പൊതുവാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ടാണ് സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കുന്നത്. സർക്കാർ നിയന്ത്രണം സർവകലാശാലകളിൽ ഉറപ്പാക്കുമെന്നും ഇടതു സർക്കാരിന്റെ പുതു കാൽവയ്പാണിതെന്നും വിലയിരുത്തലുണ്ട് സർക്കാരിന്. സ്വകാര്യ സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കച്ചവടത്തിനിടയാക്കുമെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. എങ്കിലും ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. കേരളത്തെ 10 വർഷം പുറകോട്ടടിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതേസമയം കഴിഞ്ഞ ദിവസം സ്വകാര്യ സർവകലാശാല ബില്ലിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാന ഭേദഗതി നിർദ്ദേശം വോട്ടിനിട്ട് തള്ളിയിരുന്നു. സാമ്പത്തിക സാമൂഹ്യ പിന്നോക്ക അവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന ഫീസ് ഇളവും സ്കോളർഷിപ്പും നൽകണം എന്നതായിരുന്നു ഭേദഗതി. ബിൽ സാമൂഹിക നീതി ഉറപ്പാകുമെന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് അതിന് സഹായകരമാകുന്ന നിർണായക നിർദ്ദേശം ഭരണപക്ഷം തള്ളിയത്. സാമൂഹ്യ നീതി ഉറപ്പാക്കും, സ്വകാര്യ സർവകലാശാല അനുവദിക്കുന്നത് ന്യായമായി സർക്കാർ ആവർത്തിക്കുന്ന വാചകം ഇതാണ്. ഇന്നലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബില്ല് അവതരിപ്പിച്ച് സംസാരിച്ചപ്പോഴും മന്ത്രി മുഖ്യമായും പ്രാധാന്യം നൽകിയതും ഇതിന് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യമായി സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകാൻ തീരുമാനിച്ചപ്പോൾ ഇടതുപക്ഷം സമരത്തിനിറങ്ങിയതിന്റെ കാരണവും സാമൂഹ്യനീതി ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകൾ ഇല്ലാത്തതാണെന്നും ഭരണപക്ഷം വാദിച്ചിരുന്നു. എന്നാൽ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ അനിവാര്യമായി പ്രതിപക്ഷം കൊണ്ടുവന്ന 2 ഭേദഗതി നിർദ്ദേശങ്ങളാണ് ഭരണപക്ഷത്തിന്റെ പിന്തുണയോടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി വോട്ടിനിട്ട് തള്ളിയത്. സാമ്പത്തിക സാമൂഹ്യ പിന്നോക്ക അവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന ഫീസ് ഇളവുകളും സ്കോളർഷിപ്പുകളും അനുവദിക്കുമെന്ന് സത്യവാങ്മൂലം നൽകണമെന്നാണ് PC വിഷ്ണുനാഥ്, IC ബാലകൃഷ്ണൻ എന്നിവർ കൊണ്ടുവന്ന ഭേദഗതിയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും മറ്റൊരു നിർണായക വാർത്ത കൂടി നോക്കാം. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നേരത്തെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു. അത് ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജിയിൽ ഗവർണറുടെ സെക്രട്ടറിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിരുന്നു. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ 4 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരളം വാദിച്ചിരുന്നു. അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും രേഖപ്പെടുത്തിയത് എന്താണെന്ന് പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കേരള സർക്കാരും TP രാമകൃഷ്ണൻ MLAയുമായിരുന്നു ഹർജി നൽകിയത്. എന്തായാലും സ്വകാര്യ സർവകലാശാല ബില്ലിന്മേൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ മുൻ ഗവർണറുമായി ബന്ധപ്പെട്ടുണ്ടായതാണ്. ആ ബില്ലിനെ അദ്ദേഹം എതിർക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായതാണ്. എന്തായാലും അതിപ്പോൾ പാസ്സായിരിക്കുകയാണ്. പട്ടിക വിഭാഗങ്ങൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് ഇളവും സ്കോളർഷിപ്പും സ്വകാര്യ സർവകലാശാലകളിൽ ലഭ്യമാക്കുമെന്നും നിലവിൽ സംസ്ഥാനത്തുള്ള സംവരണ വ്യവസ്ഥകൾ പാലിക്കുമെന്നും ബിൽ അവതരിപ്പിച്ച മന്ത്രി പറഞ്ഞിരുന്നു. സംവരണാനുകൂല്യം നഷ്ടമായാൽ സർക്കാരിന് ഇടപെടാൻ സാധിക്കുന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർവകലാശാലകളിൽ തുടങ്ങുന്നവർ 25 കോടി രൂപ കെട്ടിവെക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ സർവകലാശാല പിരിച്ചുവിടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള നഷ്ടപരിഹാരം ഈ തുകയിൽ നിന്ന് കണ്ടെത്തും. സർവകലാശാലകളിൽ വിദ്യാർത്ഥി യൂണിയനുകൾക്ക് അനുമതി നൽകും. സർക്കാരിന്റെ നിയന്ത്രണം ഉറപ്പാക്കും. 5 വർഷത്തിനു ശേഷം UGC വ്യവസ്ഥകൾക്ക് വിധേയമായി ഓഫ് ക്യാമ്പസുകൾ തുടങ്ങാം. വിദേശ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് അനുമതി നൽകില്ല. ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് എന്നിവയൊന്നും അവരുടെ സർവകലാശാലകൾ കേരളത്തിൽ തുടങ്ങില്ല. വിദേശത്തെ മൂന്നാംകിട സർവകലാശാലകളെ കൊണ്ടുവന്നിടാനുള്ള ചവറ്റുകുട്ടയായി കേരളത്തെ മാറ്റാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നത്
ശ്രമിക്കുന്നതെന്നും മന്ത്രി ബിന്ദു കുറ്റപ്പെടുത്തിയിരുന്നു. എന്തായാലും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിർണായകമായ ചുവടുവയ്പ്, അല്ലെങ്കിൽ ഒരു പുതിയൊരു നാഴികക്കല്ല്, പുതിയൊരു ചുവടുവയ്പ് എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ ഉയർത്തി കാണിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ ബില്ലിന്മേലുള്ള മറ്റ് നടപടികളിലൊക്കെ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. സർക്കാർ വാനോളം പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രാബല്യത്തിലാകുമോ, പ്രാവർത്തികമാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാണ്. മാത്രമല്ല, സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? അത് നിർണായകം തന്നെയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തും? അദ്ദേഹം നേരത്തെ ഒരു മൗനാനുവാദം നൽകിയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അനുവാദം നൽകലും ഇതിൽ പ്രധാനമായി മാറി. പ്രതിപക്ഷം അടച്ചാക്ഷേപിച്ചിട്ടില്ല എങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.